നമസ്കാരം. പിണറായി വിജയൻ്റെ ആവേശം നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. ഡാ മോനെ എന്ന് വിളിക്കുന്ന ആവേശം സിനിമയെക്കുറിച്ച് അദ്ദേഹം തന്നെ നിയമസഭയിൽ ലേശം പുഞ്ചിരിയോടെ പ്രസംഗിച്ചപ്പോൾ ആ സിനിമ കണ്ടവരുടെ എല്ലാ മുഖത്ത് ഒരു ആവേശം തുളുമ്പി നിൽക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ പിണറായിയുടെ ഒരു സിനിമാ കമ്പം എന്ന് പറയപ്പെടുന്നത് പ്രസിദ്ധമാണ്. CPM-ലേക്ക് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാക്കാരെ ആകർഷിച്ചതും ആ പിണറായി മനസ്സാണ്. എപ്പോഴും സ്റ്റെപ്പിന് പോലെ ഒപ്പമുള്ള പിഷാരടിയോ അല്ലെങ്കിൽ ആൻഡോ ജോസഫും മാനേജരും PR-യും വരെ കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും മമ്മൂട്ടി ഇപ്പോഴും പിണറായി ഭക്തൻ തന്നെയാണ്. അങ്ങനെ സ്മാർട്ടായ ആരെയും ഒപ്പം കൂട്ടുന്ന പിണറായിക്ക് പക്ഷേ ഇപ്പോൾ തെറ്റിപ്പോയോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് തന്നെ ഈ സിനിമാ കമ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിയുമായി തുടങ്ങിയ ഒരു ആത്മബന്ധം ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. മമ്മൂട്ടിയിലെ SFI-കാരനെ കണ്ടെത്തി അദ്ദേഹത്തെ കൈരളിയിൽ ഇട്ട് പൂട്ടിയപ്പോൾ തന്നെ ആ കസേര വളരെ ദീർഘവീക്ഷണത്തോടിലൂടെ ഉറപ്പാക്കുകയായിരുന്നു എന്നുള്ളത്. മമ്മൂട്ടിയാണെങ്കിൽ ഇതുവരെ ഒരു ഇടതുപക്ഷക്കാരനെയും കൂടെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോൾ നോക്കിയാലും ഒന്നുകിൽ ഒരു ആൻഡോ ജോസഫ് അല്ലെങ്കിൽ ഒരു രമേശ് പിഷാരടി, ഇവരൊക്കെ ഇങ്ങനെ സ്റ്റെപ്ലിങ്ങൾ പോലെ കൂട്ടിനുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എല്ലാം കോൺഗ്രസ്സുകാരാണ്. സിനിമയിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സിദ്ദിഖ്, മാനേജരും PR-യും ഒക്കെ കോൺഗ്രസ് തീവ്രവാദികളായിട്ടുള്ളവർ, അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരുണ്ട് കൂട്ടത്തിൽ. എറണാകുളം പാർലമെൻറ്റിലെ വോട്ടും ഹൈബിക്ക് എന്നാണ് പലപ്പോഴും പറയുന്നതിന്. പക്ഷേ പിണറായിയുടെ മാസ്മരിക വലയത്തിൽപ്പെട്ട മമ്മൂട്ടി ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഒരു സഖാവായി ജീവിക്കുന്നുവെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെ. ഇന്നസെൻറ്റിനെ ചാലക്കുടിക്ക് ഇട്ടുകൊടുത്തത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ കൃത്യമായിരുന്നു. 80കളിൽ സഖാവ് EMSൻ്റെ ബുദ്ധിയിൽ കേരളത്തിലെ സാംസ്കാരിക സിനിമാ പ്രവർത്തകരെ ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പരിധിയിലാക്കുവാൻ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ONV കുറുപ്പിനും, ഒറ്റപ്പാലത്ത് ലെനിൻ രാജേന്ദ്രനും, എറണാകുളത്ത് സുബ്രഹ്മണ്യം പോറ്റിക്കും സീറ്റുകൾ കൊടുത്തുവെങ്കിലും എല്ലാവരും 8 നിലയിൽ പൊട്ടിയപ്പോൾ സിനിമാക്കാർക്കും കലാകാരന്മാർക്കും യോജിച്ച മണ്ണല്ല കേരളമെന്ന് അന്ന് വിധി എഴുതി. അതുപോലെ K. കരുണാകരൻ പ്രേംനസീറിനെ ഇറക്കിയെങ്കിലും 1987 ആ പരീക്ഷണവും പാളിപ്പോയി. പിന്നീട് ആലപ്പുഴയിൽ ഇടതർ നടൻ മുരളിയെ ഇറക്കിയെങ്കിലും അതും പൊളിറ്റിപ്പാളിസായി. വീണ്ടും കരുണാകരൻ സുരേഷ് ഗോപിക്ക് ഈ കൊല്ലം ലോക്സഭാ സീറ്റ് കൊടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അന്ന് ഈ ബാലകൃഷ്ണപിള്ള സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പകരം ഗണേഷ്കിന് കൊട്ടാരക്കര സീറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ചിലപ്പോൾ കുറച്ച് നേരത്തെ തന്നെ MP ആയേനെ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും പിണറായി വിജയൻ സിനിമ കാണുന്നത് ഇതോടൊപ്പം നിർത്തിയില്ല എന്ന് പറയേണ്ടിയിരിക്കും. സിനിമകൾ അദ്ദേഹം കണ്ടുകൊണ്ടേയിരുന്നു. വാർത്തയും ആവനാഴിയും കിങ്ങും കമ്മീഷണറും ഒക്കെ കണ്ട് അതിൽ നിർവൃതി അടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ലെഫ്റ്റ് അത് ഒരു തവണ മാത്രമേ കളിപ്പിച്ചുള്ളൂ എന്നാണ്. ദിലീപിൻ്റെ രാമലീലയും ഒക്കെ അത്ര കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുമില്ല. പണ്ട് കരുണാകരനും AK ആൻ്റണിയും ഒക്കെ അവരൊക്കെ വല്ലാതെ വിലസുന്ന ഒരു സമയത്തെ എല്ലാ സിനിമാലകളും ഒക്കെ ഇത് കണ്ടുകൊണ്ട് ആർത്ത് രസിച്ചെങ്കിലും ഇന്നിപ്പോൾ സിനിമാലക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതൊക്കെ തമാശ നിറഞ്ഞിട്ടുള്ള ജീവിതമായിരുന്നു. താടിയുള്ള അപ്പൂപ്പനെ പേടിക്കുന്നവർ എക്കാലത്തും കാണുമല്ലോ. ഈ പിണറായിയും BS-ഉം തമ്മിലുള്ള രൗദ്രവും പുള്ളിക്ക് ഇതുവരെ ബോധിച്ചിട്ടില്ല. ആ സിനിമയും ബോധിച്ചില്ല. ആ സിനിമാലക്കാരൊക്കെ വാർക്കപ്പണിക്കും തട്ടുകട കച്ചവടമൊക്കെ ആയിട്ട് ജീവിതം തള്ളി നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ശരിക്കും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകേണ്ടത് ഇപ്പോഴല്ല, 2006-ലായിരുന്നു. അന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് VS-ന് നറുക്ക് വീഴുവാൻ കാരണമായത് എന്ന് അത് നമുക്കറിയാമല്ലോ. ഈ മനോരമയിലെ 1-ാം പേജിലെ പുറത്തേക്ക് എന്നൊരു ചിത്രം അത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണം പാളിയത് അവിടെയായിരുന്നു. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നൊന്നും ബാക്കി ഉണ്ടാകുമോ എന്നറിയില്ല. അത് കഴിഞ്ഞ് 10 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വന്നു ആ കസേരയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരാൻ. അപ്പോഴേക്കും അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വേട്ടയാടി. കൂടാതെ 2016 അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണാത്ത സിനിമാക്കാരില്ല എന്നാണ് പറയപ്പെടുന്നത്, കച്ചവടക്കാരില്ല എന്നാണ് പറയപ്പെടുന്നത്, അച്ഛന്മാരില്ല എന്നാണ് പറയപ്പെടുന്നത്, മൗല്യക്കാരില്ല, എന്തിനധികം പറയുന്നു ആ വെള്ളാപ്പള്ളിയെ വരെ സുഖിപ്പിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് പിണറായി എത്തി എന്നുള്ളതാണ്. ഫാസിലും സത്യനന്ദിക്കാടും CB മലയിലും പ്രിയദർശനും റോഷൻ ആൻഡ്രൂസും മുതൽ
ബ്ലസ്സിയും ജിത്തു ജോസഫും എന്തിനധികം നമ്മൾ പറയുന്നു ഈ പറയുന്ന സമകാലീന സകലമാന സിനിമാക്കാരെയും നേരിൽ പോയി കണ്ടും ഫോൺ വിളിച്ചും പിന്നീട് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുമൊക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഉച്ചയൂണിന് ക്ഷണിച്ചുമൊക്കെ സിനിമാക്കാരെ ഒന്നടങ്കം കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം പിണറായി ഉണ്ടാക്കിയെടുത്തു. നവ്യ നായരോടുള്ള പിതൃതുല്യ സ്നേഹം നവ്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഇങ്ങനെ മകൾ വീണയുടെ ഇഷ്ടപ്രകാരമാണ് ഈ സിനിമാ പ്രാന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല സത്യം കേട്ടോ. മമ്മൂട്ടിയെ കൂടെ കൂട്ടിയത് പിണറായിയുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. സ്മാർട്ടായ ആരെ കണ്ടാലും പിണറായി വിടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ജോൺ ബ്രിട്ടാസിനെയും വീണയെയും നികേഷിനെയും ഒക്കെ കൂടെ കൂട്ടിയതും അത്തരത്തിൽ തന്നെയാണ്. മന്ത്രി വീണയുടെ കഴിവുകൾ ചാനലിൽ കണ്ടപ്പോൾ ഞെട്ടിയ പിണറായി ഇപ്പോൾ അതിൽ ദുഃഖിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണ് നികേഷിനെ ഒരു കമ്മിറ്റിയിലും എടുക്കാതെ ഇപ്പോൾ മാറ്റി നിർത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ചാനലുകാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചതുർത്ഥിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ചാനലുകാരെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സിനിമാക്കാർക്ക് ചറപറ സീറ്റുകൾ വാരിക്കോരി കൊടുത്ത പിണറായി വിജയൻ, നമുക്കറിയാമല്ലോ കൊല്ലത്തെ മഹാനായ മുകേഷിൻ്റെ കാര്യത്തിലും പാളിച്ച പറ്റി എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കൊല്ലത്തെ സമ്മേളനത്തിന് വരെ ഈ മഹാനെ ക്ഷണിച്ചില്ല എന്നാണ് അറിയുന്നത്. അവസാനം ഗോവിന്ദനെ പത്രക്കാർ തോണ്ടിയപ്പോഴാണ് മുകേഷിനെ വിളിച്ചു വരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി മറ്റൊന്ന്, ഗണേഷിൻ്റെ കാര്യത്തിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല മന്ത്രിപദം കൊടുത്തതുപോലും. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. ഉദ്ദിഷ്ടകാര്യത്തിൻ്റെ ഉപകാരസ്മരണ മാത്രമാണ്. ഉമ്മൻചാണ്ടി ഭക്തർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം അതുകൊണ്ട് മാത്രം കൊടുത്ത മന്ത്രി കസേരയാണ്. ഇനിയുള്ള കാലം സിനിമാക്കാരെയും ചാനലുകാരെയും കണ്ടാൽ പത്തല് വെട്ടി അടിക്കണമെന്നാണ് ഗോവിന്ദനോട് പറയാനും മടിക്കില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോൾ തീവ്രത അളന്നിരുന്നവരടക്കം പുറത്തായി. ബാലേട്ടൻ കുടുംബക്കാരുടെ കേസുകൾ കുത്തിപ്പൊക്കുവാൻ മാത്യു കുഴൽനാടനെ ഇളക്കി വിടുന്നത് കൊണ്ടാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. അന്നത്തെ ലോക്സഭയിലെ ശ്രീമതി ടീച്ചറുടെ ഇംഗ്ലീഷ് പ്രസംഗം ആരോ റീൽസിൽ പിണറായി വിജയനെ കാണിച്ചു കൊടുത്തതാണ് PK ശ്രീമതി പുറത്താവാൻ കാരണമെന്നും കേൾക്കുന്നു. അപ്പോൾ MP രാജേഷ് നീലപ്പെട്ടിയിൽ പാളിയത് കൊണ്ടാണ് എന്ന് ഒരു കൂട്ടരും, റിയാസിന് തടസ്സമാകുന്ന രാജേഷും സ്വരാജുമൊക്കെ എന്നേക്കുമായി ഇല്ലാതാകുന്നുവെന്നും ചില കൂട്ടർ വാദിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടിയാണോ റിയാസാണോ അടുത്ത മുഖ്യമന്ത്രി എന്ന് കണക്ക് കൂട്ടുമ്പോൾ ദേ വരുന്നു സാക്ഷാൽ ടീച്ചറമ്മ. എല്ലാവർക്കും ഉള്ളിൽ പൂതി കാണില്ലേ? ഇല്ലേ? ഉണ്ടാകും. സിനിമാക്കാരുടെ കഥകൾ കേൾക്കുന്ന പിണറായി ആശാവർക്കർമാരെ കാണുന്നില്ലല്ലോ എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കാനും അവസാനിക്കുവാനും ശ്രമിക്കുമ്പോൾ ഒന്ന് കാര്യം പറയട്ടെ. പിണറായി വിജയൻ്റെ സിനിമാ മോഹങ്ങളും പിണറായി വിജയൻ്റെ സിനിമാ ചിന്തകളുമൊക്കെ നല്ലത് തന്നെ. മമ്മൂട്ടിയും നല്ല നടനും നല്ല മനുഷ്യനും തന്നെയാണ്. പക്ഷേ ഇവിടെ നാളെ മുഹമ്മദ് റിയാസാണോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ജനങ്ങൾ മമ്മൂട്ടിക്ക് ഭരിച്ചോളാൻ അവസരം നൽകും. പക്ഷേ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് പറയട്ടെ. എന്തുകൊണ്ടാണ് KK ശൈലജ എന്ന് പറയപ്പെടുന്ന ടീച്ചറമ്മയെ വീണ്ടും അധികാരത്തിൻ്റെ ശ്രേണികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? മൂന്നാമതൊരു വട്ടം കൂടി LDF അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി KK ശൈലജയാകുന്നതിൽ ആർക്കാണ് എതിർപ്പ്? അതുകൊണ്ട് ഒരു വനിതാ പ്രാതിനിധ്യം, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് KK ശൈലജയായിരിക്കും. പ്രതീക്ഷിക്കാം 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി KK ശൈലജ.